ഗായ്സ്, അപ്പോൾ അതേ നമ്മൾ വൈകുന്നേരത്തേക്ക് കറിയൊന്നും ഇല്ലാത്ത കാരണം തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തക്കാളി ചോറിനായിട്ടുള്ള പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 സവാള ഉണ്ട്, പിന്നെ 4 തക്കാളി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാം. അതേ നമ്മളെ സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ തക്കാളിയും സവാളയും കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തക്കാളിയുടെ തൊലിയും കൂടെ അങ്ങോട്ട് കളയാം. ഗൈസ്, അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഗൈസ്, ഞാൻ ഇങ്ങനെ കഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സവാള കേട്ടോ. 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ 4 പേരുള്ളൂ കേട്ടോ. അപ്പോൾ കാരണം 4 മുട്ടയെ ഞങ്ങൾ എടുക്കുള്ളൂ. നിങ്ങൾ എത്ര പേരുണ്ടോ അത്രയും മുട്ട നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്, നമുക്കനുസരിച്ച് എന്തോരം ഉപ്പാണോ അത്രയും ഉപ്പിടുന്നതാണ് കേട്ടോ. അതേ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ഇനി അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഇതാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുരുമുളക്. അപ്പം അതേ നമ്മൾ മുട്ടയിലേക്ക് ഒഴിക്കാൻ പോവാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ചിക്കി എടുത്താൽ മതി. ചിക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് പകർത്തണം കേട്ടോ. നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ സവാളയും തക്കാളിയും ഒരുമിച്ച് ഇങ്ങനെ ഇടാം കേട്ടോ. സവാളയാണ് ആദ്യം വാട്ടുന്നത്. ഒന്നും കൂടി ഒരുമിച്ചല്ല കേട്ടോ. നന്നായിട്ട് ഇത് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇടാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ അത്രയും പച്ചമുളക് എടുക്കാതാണ് കേട്ടോ. നമുക്കിത് രണ്ടും കൂടി ഇങ്ങനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. കുറച്ച് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേപ്പില ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതേ നമ്മളെ
സവാള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇടുന്നതായിരിക്കും. തക്കാളി നന്നായിട്ട് വാടണം കേട്ടോ. ഇതൊന്ന് വാടട്ടെ കേട്ടോ. നമുക്കൊന്ന് കുറച്ച് നേരം മൂടി വെക്കാം. വാടിയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ആയി നല്ല സൂപ്പറായിട്ട് വാടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇടാം. ഇവിടെ ഞാൻ 1.5 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് കുറച്ചിട്ടാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതേ ഇനി നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതും ഒരു 1.5 ടേബിൾ സ്പൂൺ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മുട്ടയിലും ഇട്ടിട്ടുണ്ട്, ഇതിലും ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ടേസ്റ്റ് കൂടും കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചിക്കിയ മുട്ടയാണ്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുകയാണ്. നല്ല ചോറിടാൻ പോവാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചോറും മുട്ടയും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളും ഇതേപോലെ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ.